Yes, very good morning once again. Good morning. ഇവിടെ നിന്ന് പറയുമ്പോൾ താഴെ കേൾക്കണം. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ രാത്രി ഉറങ്ങിയോ? ഉറങ്ങിയോ? ഇന്നലെ ക്ലാസ് കഴിഞ്ഞ് പോയതിനു ശേഷം ആരൊക്കെ രാത്രി ക്ലാസിനെ കുറിച്ച് സംസാരിച്ചു? എല്ലാവരും സംസാരിച്ചു. ആരോടൊക്കെ സംസാരിച്ചു? പാരന്റ്സിനോട്. വെരി ഗുഡ്. ആരൊക്കെ ഇന്നലെ നോട്ടുണ്ടാക്കി? ഇത്രയും പേരുണ്ടാക്കി. റൈറ്റ്. ആർക്കൊക്കെ ഇന്നലെ ഉണ്ടാക്കിയ നോട്ട് ഇവിടെ വന്ന് പ്രസന്റ് ചെയ്യണം? അഞ്ച് ഗേൾസിനും 5 ബോയ്സിനും അവസരമുണ്ട്. 5 smart girls and 5 smart boys. Come to the front. കണ്ണൂരിൽ 5 എന്ന് പറഞ്ഞ 3 ആണോ? കണ്ണൂരിൽ ബോയ്സിന് 5 എന്ന് പറഞ്ഞ 2 ആണോ? ഇത്രേ ഉള്ളൂ. വന്നില്ലെങ്കിൽ ഇവനെ ഞാനിപ്പോ കൊല്ലും. ബോയ്സ് ഇപ്പൊ വന്നില്ലെങ്കിൽ ഇവനെ ഞാൻ കൊല്ലും. വരുന്നില്ലയോ? നിങ്ങൾക്കറിയാമോ, ഞാനേ കോട്ടയത്തും ആലപ്പുഴയിലും എറണാകുളത്തും ഒക്കെയുള്ള എന്റെ കുട്ടികൾക്ക് എന്നെ ഭയങ്കര പേടിയാ. എന്താണെന്നറിയാമോ? അറിയില്ല. ഞാൻ അവരോട് അല്ല, അടിച്ചതല്ല, ഞാൻ തീർത്തു പറഞ്ഞതാ. ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ ഉമ്മ എനിക്ക് വേണ്ട, എന്റെ മക്കൾ എനിക്ക് ഉമ്മ വരാറുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും കൊടുത്താൽ. കോട്ടയത്ത് എറണാകുളത്തേക്കുള്ള പിള്ളേരെ ഞാൻ പറഞ്ഞ് പേടിപ്പിക്കാൻ എന്നെ ഭയങ്കര പേടിയുള്ള ഞാൻ അവരോട് പറയാറുള്ളത്, ഞാൻ കണ്ണൂരിൽ നിന്നാ വരുന്നതെന്നാ. പറയുമ്പോ തന്നെ ഞാൻ കുറച്ച് കണ്ണൊക്കെ വെച്ചിട്ടേ പറയുള്ളൂ, ഞാൻ കണ്ണൂരിൽ നിന്നാ വരുന്നത്. അതുകൊണ്ട് എന്നെ ഭയങ്കര പേടിയാണ്. ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങളോടിപ്പോ പറയാം. ഇന്ന് ഈ സ്റ്റേജിൽ വന്ന് ഒരു പ്രാവശ്യമെങ്കിലും സ്റ്റേജിൽ വരാത്ത ഒരു കുട്ടിയും ഇന്ന് ഇവിടുന്ന് പോവില്ല. തല്ലി മുട്ടുകാലിയും തല്ലി അടിച്ച് ശരിയാക്കും, കടിച്ചു കീറും. കേട്ടല്ലോ? ഇപ്പൊ 3 പണ്ട് ഈ കുട്ടികളെയൊക്കെ അടിച്ചു കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് തലോടിയാൽ പ്രശ്നം തീരും. ഇപ്പോ പിള്ളേരൊക്കെ അടിച്ചും കടിച്ചൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ തലോടല്ല വേണ്ടത്, 5 കൊല്ലം തടവറയിൽ പോവാ വേണ്ടത്. പമ്പ് തടവിയാ മതി. ഇപ്പൊ എന്ത് ചെയ്യണം? 5 കൊല്ലം തടവറയിൽ പോകണം. പണ്ട് 5 മിനിറ്റ് തടവിയാ മതി, പ്രശ്നം തീരും. എന്നാ ഒന്നും എനിക്ക് പേടിയല്ല, പോകാനും തയ്യാറാണ്. എന്നാലും വിടൂല. ഓക്കെ, എന്നാലും 4 ബോയ്സും 3 ഗേൾസും വന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് വരുത്താം. ഓക്കെ, യു ക്യാൻ സ്റ്റാർട്ട്. എന്താ പേര്? ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. ഓക്കെ. My name is Abhijit Nambiar. I am studying in 7th standard. അഭിനന്ദൻ. ഓരോ വാക്കും പറയുമ്പോ ആ പറയുന്നതിന് എന്തെങ്കിലും ഗുണമുണ്ടാവണം. മനസ്സിലായോ? ഈ ആൾക്കാരെ കേട്ടാതെ പോകുന്ന KSRTCന്റെ സൂപ്പർ ഫാസ്റ്റ് കണ്ടിട്ടില്ലേ? അതുപോലെയല്ല പോകേണ്ടത്. തന്റെ പേര് പറയുമ്പോ ഇവിടെ എല്ലാവർക്കും ആരുടെ പേരറിയണം? അയാളുടെ പേരറിയണം. അതിനുവേണ്ടിയാണ് പറയണത്, അല്ലാണ്ട് വെറുതെ പറയാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, ഇയാളുടെ പേര് ഇയാൾക്ക് നന്നായിട്ട് അറിയാം, ബാക്കി ആർക്കും അറിയില്ല. അതുകൊണ്ട് പേര് പറഞ്ഞിട്ട് നോക്കുക, ഞാൻ ആരാന്ന് മനസ്സിലായി.
ശരിക്കും ക്ലിയർ ആണ്. My name is Abhaydev Nambyar. I am studying. ഇംഗ്ലീഷ്. മൈ നെയിം ഈസ് എന്ന് പറയുന്നത് പഴയ തല്ലിപ്പൊളി ഇംഗ്ലീഷ്. എന്താ പറയാ? ഞാൻ സംസാരിക്കുമ്പോ ഇപ്പൊ മൈക്കില്ല എന്ന് മോൻ അറിയാം. അറിയോ? അപ്പൊ എന്താ പ്രസൻസ് ഓഫ് മൈൻഡ് എന്നറിയോ? ഇപ്പൊ മൈക്ക് തന്റെ കയ്യിലോട്ട് ആരുടെ കയ്യിലാ വേണ്ടേ? എന്റെ കയ്യിൽ മൈക്കില്ല, ഇയാളുടെ കയ്യിൽ മൈക്കുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഇത് ഇങ്ങോട്ട് കാണിച്ചു തരാം. അതിനെയാണ് ബോധം എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? പറഞ്ഞു. എന്നിട്ട് എവിടെ ആ പ്രസൻസ് ഓഫ് മൈൻഡ് ഫാസ്റ്റ്നെസ് അല്ലേ? എന്നിട്ട് ഇപ്പൊ എന്താ ചെയ്തേ? ഹോൾഡ് ഇറ്റ് ക്ലോസർ ടു മീ. ഇതിനെയാണ് പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ശരിക്കും പറയണം, ക്ലിയർ ആവണം, നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവണം, ഷാർപ്പ് ആവണം. മൈ നെയിം ഈസ്, മൈ മദേഴ്സ് നെയിം ഈസ്, മൈ ഫാദേഴ്സ് നെയിം ഈസ്, മൈ സിസ്റ്റേഴ്സ് നെയിം ഈസ് എന്നല്ല പറയേണ്ടത്. ഐ ആം സോ ആൻഡ് സോ, യുവർ നെയിം. മൈ മദർ ഈസ്, അമ്മയുടെ പേര്. അത് പേരാണെന്ന് അറിയാനുള്ള ബോധം നമുക്കുണ്ടല്ലോ, ഇല്ലേ? ഇല്ലേ? ഒരു സാധനം കേട്ടാൽ അത് പേരാണെന്ന് നമുക്കറിയാലോ. അത് പേരാണ് എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അട്ടി മുഖം ഒട്ടനെ അടിച്ചോളൂ. I am Abhaydev Nambyar. I am studying in 7th standard. My mother is Dhanlakshmi KP and my father is Vasudevan KO. Average. പേര് മാറ്റി ലക്ഷ്മി. I want to present the note yesterday I wrote. മൈക്ക് വായനെടുത്ത് അങ്ങോട്ട് ഇങ്ങനെ പോണ്ട. ഹോൾഡ് ഇറ്റ് സ്ട്രെയിറ്റ്. ഓക്കെ, ഹോൾഡ് ഇറ്റ് ടു ദ ബോട്ടം. വായ ഇങ്ങോട്ട് തിരിക്കുകയാണെങ്കിൽ മൈക്കും ഇങ്ങോട്ട് തിരിയണം. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് സൗണ്ട് മിസ് ആവും. ഹോൾഡ് ഇറ്റ്. I want to present my note. Yesterday I had written. So I am first reading about Swami Vivekananda. He was born in 1863 at Kolkata. The name of his parents were Vishwanath Dutt and Bhuvaneshwari Devi. His real name is Narendranath. He participated in the World Religious Conference held at Chicago. All participants keenly attended his long speech and admired him. His speech starting the Brothers and Sisters of America. His guru is Sri Ramakrishna Paramahamsa. He is the founder of Sri Ramakrishna Mission. Through he propagated his ideas and principles. He was died in 1902. അപ്പൊ എത്ര വയസ്സിലാണ് മരിച്ചത്? ഒരാള് ഇന്ന കൊല്ലം ജനിച്ചു, ഇന്ന കൊല്ലം മരിച്ചു എന്ന് വായിക്കുമ്പോ ഉടനെ നമുക്ക് വരേണ്ട ഒരു ചോദ്യമാണ് എന്ത്? അത് കണക്ക് കൂട്ടി മനസ്സിൽ അങ്ങോട്ട് വെക്കണം. യു അണ്ടർസ്റ്റുഡ്? ഇപ്പൊ അത് പറയാനല്ല ഞാൻ പറയണത്. ഹൗ ഡു യു കൺസ്യൂം നോളജ്? ഹൗ ഡു യു കൺസെപ്ച്വലൈസ് ദി നോളജ്? Here somebody took birth on so and so year and so year he died. The next question which you should have is at what age he died. ഉടനെ മനസ്സിലങ്ങോട്ട് വെച്ചാല് you have to remember either his death date or birth date. രണ്ടും ഓർക്കേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലായോ? ഇത് ഒരു സ്വഭാവമായിട്ട് മാറണം. ഫൈൻ. ഇപ്പൊ മഹാത്മാഗാന്ധിയുടെ ഡെത്ത് ഡേറ്റും ബർത്ത് ഡേറ്റും ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. പക്ഷെ ഏത് വയസ്സിലാണ് അയാൾ മരിച്ചതെന്ന് ചോദിച്ചാൽ പിന്നെയും മൈനസ് ചെയ്യേണ്ടി വരും. അതൊരു പ്രാവശ്യം ജീവിതത്തിൽ മൈനസ് ചെയ്ത് വെച്ചാൽ മതി. യു വിൽ നെവർ ഫോർഗെറ്റ് ഇറ്റ്. ദാറ്റ്സ് ഹൗ യു ലേൺ. അപ്പൊ ഏതെങ്കിലും ഒന്ന് മറന്നാലും യു ക്യാൻ ആഡ് ഇറ്റ്. ഒക്ടോബർ 2 ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഏത് ഇയർ ആണെന്ന് ചോദിച്ചാൽ ഒരു സംശയം വരും. അപ്പോ ബർത്ത് ഇയറും ഏജും ഡെത്ത് ഇയറും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് പഠിക്കാൻ. ഓക്കെ, ഗുഡ് ഗുഡ് ബോയ്. Next I am going to present. ഇയാള് തന്നെ ഫുൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പറഞ്ഞാലോ? One case is enough. Run and go back. Give the mic to somebody else. Give to a girl. Only one paragraph, one point.
Otherwise, people will not get chance. Now stand up. That's on. കുറച്ചും കൂടി ഇങ്ങോട്ട് വന്ന് നിൽക്കാനാണ്. Stand in the center. This is the audience, so stand in the center. Passage in the central ആണ് നിൽക്കേണ്ടത്. Yeah. Good morning. I am Mufida. Wait. Good morning. എന്നൊരാൾ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? താൻ പറഞ്ഞോ? No. And you must make sure when you say good morning, look at their face. ആരോടാ ഗുഡ് മോർണിംഗ് പറയുന്നത്? നിലത്തോടാണോ? ആരോടാ പറയണേ? സോ ലുക്ക് അറ്റ് ദർ ഫേസ്. അവർ കാണുന്നുണ്ടോ ഇയാളെ? ഞാൻ പറയുന്ന ഗുഡ് മോർണിംഗ് ഇയാൾക്ക് കേൾക്കുന്നുണ്ടോ? കേൾക്കണില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകൂടി പറയല്ലേ, ഒന്ന് കരഞ്ഞു പറഞ്ഞ ഗുഡ് മോർണിംഗ്. തന്നെ നിർബന്ധിച്ച് LKG സമയത്ത് സ്റ്റേജിന്റെ മുമ്പിൽ നിർത്തിയിട്ട് ഗുഡ് മോർണിംഗ് പറയാണ്. എങ്ങനെ പറയാം? ഇങ്ങനെ പറയാം. Good morning. പോരാ, ഇങ്ങനെയൊന്നല്ല കാര്യം, ശരിക്കും കാര്യം. Good morning. ഓക്കെ, ശരിക്കൊന്ന് ഉറക്ക ദേഷ്യം പിടിച്ച് പറഞ്ഞാട്ടെ. Good morning. അവരോട് പറയാൻ പറയാം അതുപോലെ, അതേ ഫീലിംഗോട് കൂടി. Good morning. ദേഷ്യത്തോടുകൂടി കാലൊക്കെ നിലത്തടിച്ചിട്ട്. ദേഷ്യം പിടിക്കുമ്പോ കാല് നിലത്തടിക്കില്ലേ? എന്നിട്ട് എന്താ പറയാ? Good morning. You should have feeling. ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, whatever you do, you are not a mission. You are a human being, right? So what you should have? You should have feelings. Express your feelings. Do you have happiness when you say good morning? Say with good morning with a happiness. അതെന്തിനാ ഇടയ്ക്ക് ഓഫ് ആക്കോണാക്കും ചെയ്യണേ? Don't worry about its battery life, okay? Yeah. Say with happiness, great happiness. Good morning. ലതാ മങ്കേഷ്കർ ഗുഡ് മോർണിംഗ് എങ്ങനെ പറയാ? നീട്ടി ഒന്ന് പാടിയ, ഒന്ന് പാടി നോക്ക് വെറുതെ. ആരാ ഏറ്റവും നല്ല പാട്ടുകാരി ഇവിടെ? അവനവന്റെ കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റണം. നല്ല പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരി ഏതെങ്കിലും ഒരാൾ കൈപൊക്ക്, പാടാൻ അറിയുന്ന ആള്. എവിടെ നമ്മുടെ പ്രേയർ പാടിയ ആള്? ആളിന്റെ എന്ന് ഞാനിപ്പോ ചോദിച്ചോ 4 ചോദ്യം. ഒരു പാട്ടുകാരെ കൈപൊക്കാൻ. ഇതിൽ പാടാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇന്ന് പഠിച്ചിട്ടേ പോകുള്ളൂ പാട്ട്. ഞാൻ പറഞ്ഞത് you must have hands up. That's what I want. All of you should have the energy to say yes, I am good, I can sing. ഒന്ന് പാടി ഗുഡ് മോർണിംഗ് ഇന്നലത്തെ സ്റ്റൈലില്, വെസ്റ്റേൺ സ്റ്റൈലില്. എഴുന്നേക്കാൻ 2 മിനിറ്റിന്റെ ആവശ്യമില്ല, ഒരൊറ്റ ചവിട്ട് കിട്ടും പാക്ക്. Good morning. ഗുഡ് മോർണിംഗ് ഇന്ത്യ. Good morning, India. എവിടെ? കുറച്ചും കൂടി ഒന്ന് Good morning, India. ഒന്ന് ഗുഡ് മോർണിംഗ് മാത്രം പറഞ്ഞേ. Good morning. നീട്ടിപ്പറ. ഇതിന്റെ Good നേരെ morning. അതേപോലെ ഒന്ന് പറഞ്ഞ ഞങ്ങള്. ഇത്രേ ഉറച്ചുള്ളൂ, ഇത്രേ ഉറച്ചുള്ളൂ. Good job. Learn it. This is to emphatically tell you that when you say good morning, look at their face, and if they are not responding, ask them to respond. Good morning. ഞാൻ എങ്ങനെ പറയണോ അതുപോലെ പറയണം. Good morning. Yeah, that's it. I am Mufida and I am from Crescent English Medium. Kasturba Public School. I just want to present Don't use the word just. അവിടെ ജസ്റ്റ് എന്നുള്ള വാക്കിന് വല്ല അർത്ഥമുണ്ടോ? പിന്നെ ജസ്റ്റ് അതിനകത്ത് കേട്ടേ എന്ത് മണ്ടത്തര പറയണം നോക്കൂ. ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു. കാരണം എന്താ? വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് അർത്ഥം. അതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? ഐ ജസ്റ്റ് വാണ്ട് ടു ഇൻഫോം യു എന്നുകൊണ്ട് എന്താ അർത്ഥം? പറയേണ്ട കാര്യമൊന്നുമില്ല, ബട്ട് ഐ എം ടെല്ലിങ് യു, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയല്ല ഇത് പറയുന്നത്. ഇത് വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. സോ വേറെവർ ഇംഗ്ലീഷ് ബിക്കംസ് വെരി ഗുഡ് when you don't add words where it is not required. The best English is write a sentence, look at every word which you used there. If it is not required, remove it.
Right? Minimum number of words in your sentence makes your English perfect. Got it? So, don't add just in between. Not required. Yeah. I want to present. You present. Why do you want to say I want to present? You start presentation. Yesterday's sir's class was very interesting and inspiring. Yesterday, sir. You understand there is a camera which is recording this. This will be put on YouTube and you will be seen by the whole world, and all this trouble which you have to speak will come onto the world. Do you want to present it nicely or you want to do like this? Yeah, do well. Yesterday's class was very interesting and very inspiring. His words were keenly pointed in our heart. He made understand us learning is not a sort of burden, but it is a habit that we should follow in full dedication and enjoyment. Sir defined life in 3 different ways. Sir first defined life, learn in full enjoyment, that is meant for students, and live in full enjoyment. And he defined life as learning is an investment for future earning. That's it? Yeah. Thank you. Good morning to all. So, I am beginning my speech by asking a question. What is the specialty of this day? That we all must know that. Yes, today is the Raksha Bandhan. നമ്മുടെ ഭാരതത്തിന്റെ സങ്കല്പമായ ആർഷഭാരത സങ്കല്പം. English. Yes. This is keeping going to this day. So I wish all my sisters and brothers a good day. Not this day, coming days also be good for you. So I am telling about the yesterday's class. So yesterday, sir took a very nice class for us to improve our capability and other extra skills we have. The more I am interested is that to make the students free. So I ask everybody to come and utilize your opportunity in this event. So I will be telling that I am a student who is studying in Michael's in 10th standard. So I did not get an opportunity to address this function in my school. So that's why I am using all the opportunities from here. I have asked all of you to utilize your opportunity. That's it. Thank you. What is Raksha Bandhan? Why is it celebrated? It is celebrating because we are looking my sisters and brothers in another sense to maintain the feeling that all our Indians are brothers and my sisters, that we are celebrating Raksha Bandhan. What is the mythology behind it? That I don't know. Anyone? Yeah. Welcome. Run. Yeah. Thank you. Good. I'm Akshedi, studying in Bharatiya Vidyavan 11th. Wait. Did all of you get his name? What is his name? Good. The mythology behind the Raksha Bandhan is that Mahavishnu had tied this Raksha Bandhan in the hands of Parvati Devi to make her. Yes, Parvati Devi. That's the mythology. For her to acquire Mahadevan, Mahavishnu helped her in a brother's way. That's the mythology. So who tied to whom? Mahavishnu tied it in the hands of Parvati Devi. Sorry. Parvati tied it in the hands of Mahavishnu. Good. Give him a big clap.
Yeah, anything which you want to present. Good morning. Let me introduce myself to you. I am Ashwati from Amrita Vidyalaya. No, that first sentence, let me introduce, is useless. Because when you are saying I am so and so, that's an introduction. Why do you want to keep a word before that? You understood what I am saying? Let me introduce myself. I am Dr. Shashi Kumar. Not required. I am Dr. Shashi Kumar. That itself is introduction. You all understand when I say I am Dr. Shashi Kumar, that's an introduction, right? Why do you want to give a title for one sentence, which is another one sentence? That's a normal practice, but here we will learn the perfect. You understood? Okay? That's a normal practice, but don't. You just say. Good morning. I am Ashwati from Amrita Vidyalaya. Here I am going to speak about the great personalities. The first one is William Dampire. You will speak on one personality. That is William Dampire. He was born in August 1651 at Ewell. He was a controversial English explorer. The place is not Kannur, where he took birth. What do I mean by that? It is not as familiar as Kannur to all the people who are here. When you speak of something, which year, who took birth, where, this is what you told, right? It has to be emphatically clear. This is the name of the person. He took birth in this year. This is the place where he took birth. If I ask all of them, how many of them will answer this question? You become an effective speaker when the message which you have given is captured by maximum number of audience. So don't just read. You understood? Your aim is not reading and finishing. Your aim is whatever you speak is going to be in somebody's brain. What I am going to do that, one paragraph which you read about the person, I am going to pick up anyone from here and they will have to repeat. If they don't repeat, they are not responsible. Who is responsible? You are responsible. You are in 7th class, right? Now you imagine if you practice good presentation in 10th class, how you will be? Will become excellent, right? So you have to be very good in presentation. Your style is good, English is good, but I want your presentation style also to become much better so that people will absorb properly. So look at their face. Assume that you are a TV personality and you are reading the news about somebody. How do they present? That should be your style. Do it. Good morning. I am Ashwati from Amrita Vidyalaya and I am studying in 7th. Here I am speaking about William Dampire. He was born in August 1651 in Ewell and he was a controversial English explorer. Ewell. Yovil. Which country is that place? America or you? Not confirmed, so. Yeah, understood. That question you should have. All of you should have, and the person who is going to speak also should have this question. That's not a very famous place. So what you should know? You should know which province, which country, which state, which part of the world is that. That is what is learning geography. Good. Start. He was a controversial English explorer, sea captain, scientific observer. He was the first one to explore or map New Holland or Australia and New Guinea. Finished? Better? About to be whom she was talking. He is the closest person to you, just beside you, right? Which country or which place he belongs to? Which year he took birth? What was he? You understood what I'm saying? You are good, but he was in full tension, preparing for what to speak, right? Don't ever miss a chance in learning. Presentation, any fool can do it. But what you can't do is
you will not get this chance of learning from somebody else. Missing a learning chance is the biggest missing in your life. So when somebody is presenting, your attention has to be fully on that. Otherwise, when you present, nobody will attend yours. Do you like to have somebody not listening to you? When you present, if somebody doesn't listen to you, do you feel bad or good? Bad. A person who is just standing in front of you and presenting, and you are not listening to her. So you know what is the general punishment which I give for such people? No chance of presentation. So all your preparation went wrong, waste. Correct? So don't ever repeat this. Whenever somebody is presenting, your whole attention has to be to that person. Let there can be a bomb there and somebody is out, you are not bothered. മോഹൻലാലിന്റെ സിനിമ കണ്ടിട്ടുണ്ടോ? ഒരു സിനിമയിൽ ഡാൻസർ ഡാൻസ് ചെയ്യുന്ന സമയത്ത് കൂവിയ സമയത്ത് അറ്റൻഷൻ പോയതിന് മോഹൻലാൽ വഴക്ക് പറഞ്ഞ കഥ ഓർമ്മയുണ്ടോ? ഒരു സിനിമ കാണാം. ഏതാ സിനിമ? ആര് ഡാൻസ് ചെയ്യും? സ്റ്റേജിൽ ഡാൻസ് ചെയ്യണു. അത് മോനിഷയാണ്. ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഓഡിയൻസിൽ നിന്നും ഏതാ ലൊക്കേഷൻ, എവിടെ വെച്ചാൽ അത് ഷൂട്ട് ചെയ്തത്? ഇതൊക്കെ ജനറൽ നോളജ് ആണ്. അണ്ടർസ്റ്റാൻഡ് മൂവി ഈസ് എ ഗ്രേറ്റ് ജനറൽ നോളജ്, പ്ലേസ് ഓഫ് ജനറൽ നോളജ്. ബട്ട് ഡോണ്ട് ജസ്റ്റ് വാച്ച് ഇറ്റ്, ലേൺ ഇറ്റ്. മൂവി ഈസ് ടു ലേൺ. ഓക്കെ, എവിടെ വെച്ചാ? കേരളത്തിലെ ഏത് സ്ഥലത്താണ് ഡാൻസും മ്യൂസിക്കും ഒക്കെ പഠിപ്പിക്കണം ഗ്രാജുവേഷൻ കൊടുക്കുന്ന സ്ഥലം? കലാമണ്ഡലം. കലാമണ്ഡലത്തില് അരങ്ങേറ്റത്തിന് വേണ്ടി ഡാൻസ് ചെയ്യുന്നവളെ ഒരു പ്രാവശ്യം കൂവിയപ്പോ ശ്രദ്ധ പോയത് കൊണ്ട് മോഹൻലാൽ പറഞ്ഞത് യു ആർ നോട്ട് മച്ചുവേർഡ് ഇനഫ് ടു ഗെറ്റ് ഓൺ ടു ദ സ്റ്റേജ് എന്നാണ്. അണ്ടർസ്റ്റുഡ്? അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്ന സമയത്തും അത് ശ്രദ്ധിക്കരുത്. ആ മെച്യൂരിറ്റി പ്രസന്റർക്ക് മാത്രം പോരാ, ഇരിക്കുന്ന എല്ലാ ഓഡിയൻസിനും കൂടി വേണം. കാരണം because you are all students who wanted to learn this, right? Go ahead. Good girl. Done well. Great. Yeah. Good. Good morning to one and all. I am Shebin Joseph from Santos Metropolitan School. Olu, when you say good morning, you must response should come from the wait for that. Say good morning. Good morning to one and all. I am Shebin Joseph from class. Hold this like this. I am Shebin Joseph from class 19, Santos Metropolitan School. Sir, I am respectively thank you for giving us such a wonderful and interactive class yesterday. I studied that Guru means the person who removes the darkness from our life. You explained us that we should be physically fit, mentally strong, and intellectually sharp and strong and control our emotions. I am pleasing you to grant all your blessings to your subject respectively before taking the class today. Thank you. What did you learn? One point which you have learned in yesterday's class. Make it very clear. 5 points I said. Which are physically, hold to the mic. Physically, close the book. You don't require. ഇത്രയും പറയാൻ ബുക്ക് റെഫർ ചെയ്യണം. What you wanted to convey was only 5 points, right? Only 5 points you want to convey. This is what I have learned yesterday. Right or not? Do you want to prepare, read it and say, what did you learn yesterday? 5 points I learned. What are they? Physically, use the mic. Physically fit, control of emotions, Emotionally controlled. Then, mentally strong, buddhi, sharp buddhi. intellectually sharp, Intellectually sharp. That's it. 3. Then, 4th one. presence of Socially active. Socially active. Mingle with the people. Make friends. Know more people every day. Right?
Don't hesitate to talking to somebody that is socially active, then spiritually higher. These are the 5 points which I learned. You don't require to learn anything extra, writing down, reading and all not required. Try to present without papers in front of you. Okay? Try to memorize it. Memorize it not just in the brain, with a feeling inside your heart, with a feeling. Okay? Yeah. Good. Thank you. Give a big clap. A wonderful point, but I only want him to improve the style in which he presents. Good morning to one and all gathered here. I'm Kirti. I'm a student of Plus 1 Science from St. Joe's English Medium School, Puliparamba. And do you know who is the first surgeon? Actually, he is from India. He is from Bharat. Bharat, yeah. He lived in the Vedic period. That time there was no India, therefore he was from Bharat. Yeah. His none other than Sushruta. And he was such a great personality. Sushruta. S-U-S-H-R-U-T-A. T-H-A for Malayalis. Sushruta. And in his book Sushruta Samhita, he wrote about all the possible illness that people suffer today, like cancer, whether it be brain tumor, and he suggested the medicine for all that. Are you right or wrong? You first said he is the best surgeon. The last sentence says he gave medicines to. Surgeons doesn't give medicines, they do surgery. He performed the first surgery and he performed. He was a plastic great surgery. physician. The person who give medicines are called physicians. MD, the degree will be MD, Doctor of Medicine. They give medicine. MS is Doctor of Surgery. MD and MS at the graduate level is called Bachelor of Medicine, Bachelor of Surgery. So the first MBBS without a degree MBBS was Vinnabai MBBS. No. Sushrutan MBBS, right? He was a surgery man and as well as he was a medical professional. Good. Thank you. That's it? Okay, tell me how did he stitch people? Did he had a needle and thread? How did he cut people? Did he have scissors? Did he have you seen bamboo? Take the small skin from the bamboo, right? And that bamboo skin becomes the sharpest blade. That was his blade, right? And he never had thread and needle. Have you seen ants? They bite you like this, right? So there are two sharp needles which goes inside and then bite you like this, right? So what he used to do is take a lot of ants, cut, remove the pus, and then make the ants to bite, and then cut the head of the ant. So it will become bio. Earlier we had, when we were small children, we used to have stitches. After 4 days we have to go to hospital and then remove the stitches. Today, when they stitch, you don't have to remove it because it is. What is the word? What is the word? You don't have to remove it because it just dissolves by itself. Okay? That is because it has got life. So do you think the ant's head, the thread which is the ant's thorns, will live for 4 days or 5 days or more than that? Maximum 3-4 days. After that it will become
biodissolvable needles first time used in the world is by Sushruta. So learn more. Okay, good. I'm happy that she introduced one of the. He is not called as the Doctor of India. He is called Indian Scientific Heritage Personality who had lot of knowledge in medicine. Plus heritage. Heritage means too long back. The Vedic period knowledge is called heritage. So he was a heritage doctor. Sushruta, and there was one more doctor. Anybody? Two famous doctors from India. One was Sushruta who wrote Sushruta Samhita. Which year? 1961 heritage. You will have to find out. These are all assignments to you. I am not going to give you knowledge. I am not only giving you questions, right? We have got an institute in Trivandrum which is called Indian Scientific Heritage. I am in the advisory board. So what we do is we learn about Indian heritage. We learn about Indian heritage in medicine, Indian heritage in metallurgy, Indian heritage in physics, Indian heritage in astronomy, Indian heritage in mathematics, Indian heritage in most of the subjects which we have. Most of our scientific knowledge were inside slokas. Most of our scientific knowledge was inside our temple rituals. You will say physics, mathematics, chemistry, biology, all the subjects, biotechnology inside Indian heritage. Upanishad contains slokas which has got biotechnology clue. Big Bang theory written by one of the greatest poets of India. He says it is not me, our traditional people knows Big Bang theory. I will not name the poet, I will name one of the poetry which he has written. Let me see how many of you can tell his name. Megha Sandesham is written by Kalidasa. Kalidasa says, Yatamokham tatandayuktam toya. The way from a spot, the whole universe have come up, and this is how the knowledgeable persons are described in the traditional knowledge. Okay, so I'll give you some examples of. You must ask me maths, physics, chemistry, traditional knowledge. I will tell you some templates. Fine, good. So happy that you brought out a heritage scientist to our mind. Give it a try. Good morning. I am Diya Sudhir of 8C from Bharati Vidya Bhavan. Diya Sudhir. എന്ത് ദിയ? ക്യാ ദിയ? എന്താ ദിയ എന്ന് പറഞ്ഞ അർത്ഥം? കൊടുത്തുന്നാണോ? അല്ല. What is diya mean? Lamp. Lamp ആണോ ലൈറ്റ് ആണോ? Do you know the difference between lamp and light? വിളക്ക് തെളിയിച്ചാൽ എന്ത് കിട്ടും? ലൈറ്റ് കിട്ടും. അപ്പൊ ലാമ്പ് ആണോ ലൈറ്റ് ആണോ? തെളിയാത്ത ലാമ്പ് ആണോ തെളിയുന്ന പ്രകാശമാണോ എന്നാണ് ചോദ്യം. So diya means the wick. Wick means one glow of light is called diya. 5 diyas. Generally your lamp will have how many diyas there? 5 diyas. നാളം എന്നാണ് മലയാളം. ദിയയുടെ മലയാളം എന്താണ്? നാളം. അപ്പൊ ഇയാളുടെ പേരെന്താണ്? നാളം. ഓക്കെ. എത്ര തിരി എന്നല്ല, നമ്മൾ മലയാളത്തിൽ തിരി എന്നാ പറയാം, റൈറ്റ്? പക്ഷെ തിരി എന്നല്ല പറയേണ്ടത്, എത്ര നാളം. പക്ഷെ കൊളോക്കിയൽ ലാംഗ്വേജിൽ എത്ര തിരി കത്തിക്കണം ഒരു വിളക്കിന്? 5. ഏകവർത്യം മഹാവ്യാധി, ദ്വിവർത്തിസ്തു മഹദ്ധനം, ത്രിവർത്യം മോഹമാലസ്യം, ചതുർവർത്യം ദരിദ്രത, പഞ്ചവർത്തിസ്തു ഭദ്രം സ്യാൽ. ഏകവർത്യം മഹാവ്യാധി, ഒരു തിരി മാത്രം കത്തിച്ചാൽ മഹാവ്യാധി. ദ്വിവർത്യം മഹദ്ധനം, 2 എണ്ണം കത്തിച്ചാൽ നല്ല ധനം വരും. എന്താ ധനം എന്ന് പറഞ്ഞ അർത്ഥം? Doesn't mean money. ബുദ്ധിയും ധനമാണ്, ആരോഗ്യവും ധനമാണ്, റൈറ്റ്? Good students are dhanam, good friends are dhanam,
Dhanam doesn't mean money alone. Understand the difference between the normal knowledge and the traditional knowledge. Ekavartyam mahavyadi, dvivartyastu mahadhanam, trivartyam mohamalasyam, ചതുർവർത്തിയം ദരിദ്രത, പഞ്ചവർത്തിസ്തു ഭദ്രം സ്യാൽ, ഭദ്രദീപം എന്ന് പറയാം. ഭദ്രം എന്ന് പറഞ്ഞാൽ എവറിഥിങ് പെർഫെക്റ്റ്. യു വാണ്ട് തിങ്സ് പെർഫെക്റ്റ് അറ്റ് യുവർ ഹോം, put 5 wicks, VIKCKS, wicks. Wicks means what? VIKS, wicks. Wicks means what? നാളം, ദീപം, ദിയ. അതാണ് ദിയ. Good. Today I would like to say the full form of the word Inkoswa, which Sir Pandra is. Very good. One person has done assignment which I gave yesterday. Good. And the full form is Indian National Committee for Space Research. Indian National Committee for Space Research. That was the beginning of space research in India. Sarabhai made a small committee, and the Inkosper committee was made in which department? Space department was not the atomic energy department. That is where Vikram Sarabhai started his work. In Mumbai. That is the place where he started Inkosper. Okay? Good. Thank you. Anybody else? ഇന്നലെ എനിക്ക് മെസ്സേജ് അയക്കുകയോ ഇമെയിൽ ചെയ്യുകയോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചതോ അല്ലെങ്കിൽ SMS അയച്ചതോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഏതെങ്കിലും റിലേറ്റീവ് മെസ്സേജ് അയച്ചതോ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ ഓടി വരാം. I need no, those who already came, you don't have to come. Yeah, you had sent me a message. Then you, Anandakrishnan had sent a message to me. Then you, Mary. Okay. What's your name? Your sister. Who? Ashwati Vijay. Right? Yeah. Full name you should say. Yeah. That. Sudhir. Then. Anamika. Gauri Nabi. Fatima. I just called somebody else. You sit there. Yeah. Did you? Amal also said. You must take the names of these people. When they introduce, what you should do is, when they introduce and then speak, you must put their names. Because all of them will get green star. How many green star they got? How many black star people are getting? Misbehaving, and I will put somebody out. They will become black star. Right? That you should do when you are conducting class also. And how many green stars and how many black stars will determine whether they will continue next year or not. That is the merit which we will evaluate. So tell, what did you learn? I did not answer any one of you because the time I saw the SMS, WhatsApp, email, it was 2 o'clock. I gave an answer, yeah. For some of them I gave answer because my internet was too bad. So I couldn't answer. I tried up to 2 o'clock with answer. So what did you write? I wrote that. Not to me, I know what you wrote. I want. I wrote that I had a great time spending here, and did you write or did you ask somebody else to? So you must know what you wrote, right? Yeah, speak. Can I ask him one question? Use the mic. Can I ask him one question? That I have a speech for Monday, and its topic is what we can't cure, we must endure. And I asked him that what I should speak. What is the topic which he has to speak on Monday? I don't know. I don't know. Don't know. I will answer. What we should inquire? I don't know. You came close to that. Tell me, what is that? What should we cure? We should inquire. Is it that? See, when you speak, you are good. You have written something for which you have to prepare. On Monday, he has to present something and he wants my help to prepare for him. I don't mind.
I will do that, no problem. But you will become, doesn't matter whether you fail this Monday or not. I am sure you will not require anybody's help after 6 months. On any subject you will be able to speak. But if you are not able to speak what is the title you have to present and none of these people could capture it, do you think you will become a good presenter on Monday? No, sir. So what is that you should learn? Not the content. Before that you should learn how to present it well. That you will learn here. And with a little content you can present well. But if you have content and you are a good presenter, you will become excellent, right? You understood? I wanted to give him contents only when he can present it well. If I give a lot of content, what he will do? Little content you will make a little mess. Large content you will make it as a big mess. You understood? And somebody will ask, who helped you? Sir, Dr. Shashikumar helped me. Yeah, he is such a mess fellow. So my name will get spoiled, right? അപ്പോ പണ്ട് കാലത്ത് നമ്മൾ പറയാറുണ്ട്, വിദ്യാർപ്പണം പാത്രമറിഞ്ഞു വേണം. എന്താണ് വിദ്യാർപ്പണം? പാത്രമറിഞ്ഞു വേണം. വിദ്യ കൊടുക്കുന്ന സമയത്ത് ആർക്കാണ് കൊടുക്കുന്നതെന്ന് അറിയണം. അദ്ദേഹത്തിന് അത് വിളമ്പാൻ പറ്റുമെങ്കിലേ കൊടുക്കാവൂ. അല്ലെങ്കിൽ നല്ല പായസം വിളമ്പാൻ ഏൽപ്പിക്കുക, അവൻ വിളമ്പുന്നതൊക്കെ ഇലക്ക് പുറത്ത്. പായസം വേസ്റ്റ് ആയില്ലേ? അയ്യോ. സോ അതുകൊണ്ട് ശരിക്കറിയാം. ഐ വാണ്ടഡ് ടു നോ ഹൗ ഗുഡ് യു ആർ ഇൻ പ്രസന്റേഷൻ. അതിനുവേണ്ടി മാത്രമാണ് ഇവരെയൊക്കെ ഞാൻ വിളിച്ചത്. You understood? So must be emphatic. You must know how to hold the mic. ഇങ്ങനെ പിടിച്ച് മൈക്ക് സംസാരിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് സംസാരിക്കല്ല. Hold the mic perfectly and speak well. This is the training for that. Yeah. Good morning. I am Amal PK, and I asked yesterday to Sir TP Shashikumar to help me for presenting the speech on Monday, and the topic of the speech was what we can't cure, we must endure. What we can't cure, we must endure. Endure. And the meaning is that if we can't find a solution for a situation, then we must put up with it. If you can't find a solution For a situation, for a bad situation, then we must put up with that situation. yeah, adjust with the situation. You understood? If I cannot get rid of the problem, what should I do? Accept it. That is what is to be done. Can't you take some example story and then speak about it? I'll tell you one story on this. Okay? There was an old man, right? And he was so sick, he could just hardly cook the food what he wants and then live. Once upon a time, long back, he was living like this in a small village. And those days, the greatest fortune is getting a horse in your house. Somewhere from place, some horse will come, and the horse will come and drink water from some house, and the house owner, if he can catch the horse and then keep it in his house, the horse becomes his. Right? That is how we had dogs in our childhood. We don't purchase dogs. Some dogs somewhere will go, we will tie and then it becomes ours. That was our tradition, 1970s, 80s. Long back it was horses, right? And people were aspiring to have horses in their houses. But nobody get that fortune. Because the smartest fellow will catch all the horses. And this old man is not smart enough, and he never wanted to have a horse also in his life because he's an old man who can cook for himself, can't even feed somebody else. And if a horse comes, how he will take care of the horse? Very difficult, right? But fortunately or unfortunately, the horse comes to his house. Horse is not going anywhere. Horse is staying with him. The poor man had all the difficulty to feed the horse, right?
Then every person, the neighbors, they kept saying, the horse is a fortune for everybody, but horse is misfortune for the old man. If he is wise enough, what he should do? He should sell the horse. Right? That's what he should do. But then the man, any problem which he comes to him, he will always adjust. He says, if I have a horse, if I don't have a horse, how does it matter? It is not neither fortune or misfortune for me. I accept as it is. Because it's what God gives me. Right? I don't want to sell something which the God gives to me. Assume that I present you something. Will you sell it and make money? Very difficult, right? I used to go for a lot of programs and everybody will give me some mementos. After 10 years in Hyderabad, I had to spend nearly 5 lakhs to construct a shelf to put those mementos there. And you know, last when I came to Kannur this time, a full bag of mementos I brought because there is no place to keep it there and I have a big house there to dump some items. And it was too heavy and I was carrying all the way. Because we cannot sell what somebody gives to us, right? It's useless, I know. But it is precious. And the horse is useless for him, but it is very precious for him. So he don't want to sell it. That time there was a big war happening. And the king wanted to have a lot of horses. There is a lot of demand for horses. Everybody started selling their horses for large amount. Then also the people said, selling the horse to the king is a wise decision. Because you are not just selling it for selling, it is for serving your nation. Do it. Then he says, no. I don't want money. I don't know what is to be done with the money. I am sufficiently happy with what I have now. If the king wants, let him come and pick up the horse. I don't mind. You understood? Then what he does? He kept the horse. The king's men started going around every place, catching all the horses, paying the government rate. Otherwise, he could have sold for higher rate. The government rate, the king purchased. Actually, the old man don't want to sell it, but he sold it for government price. Forced to sell it, you cannot deny. What happened? His horse was sold. Every neighbor started selling. He could have sold it earlier. He could have got a lot of money. Now he is forced to sell it for government rate. Poor man, useless fellow. The first what they say, coming horse is a fortune. Then they said coming horse is a misfortune. Now they say he is foolish. Right? The king catches all the horses and they are all dumped in one place. This specific horse is a gift given by God to the old man. Is king is powerful or God is powerful? God. You know what the horse did? Jumped out of the fence, came back to the old man. You know what neighbor said? What a lucky man. Luck can never be taken away by king. It will come back to you. Then also the old man said, Undelande, Illelande, and Bartavu Gulfilalle. What does it matter for me whether I have a horse or not? It doesn't matter for me. Right? The neighbors also said, poor man. Now at least he is wise, he can sell the horse. But he didn't do anything. And his grandson, he comes on a vacation, summer vacation. He came to his house and he saw a nice horse. So what he did? Jumped on top of the horse. He was 18 years old after 10th class, after +1, +2. Then what did happen? The first time you jump onto a horse and the horse runs, what will happen? Fallen down, his legs broken. All the neighbors said, this is how misfortune comes to life. You understood? And what the old man said? Doesn't matter, this is what God gives me, I don't care. The king not only require horses, but also require young fellows to fight. So all the young kids of all the families, especially chosen by king, to capture the grandson of this old man, the kingly person came and found that this person is broken legs, right? Will they take him for
So he was survived. All the neighbors said how lucky he is because his grandson's leg is broken. Do you think somebody will say leg breaking is a luck? Yeah, it's a luck sometime, right? He's a wise person, therefore his grandson's leg broke. Otherwise he would have been captured by king. What a misfortune fellow is this. You keep seeing, no, how it changes. And then what happened? The king fought a war, easy war. Easily the king won the war. And all those who participated, they did not even took their weapon out in their hands. But still they got a lot of gold as gift. All the family members who had sons or grandsons got a lot of gold coins, except this old misfortune. So the fortune becomes immediately misfortune. All the neighbors said, what a great misfortune. Horse comes to houses not as fortunes but as misfortune. That is why this grandson got this difficulty. Understood? Then the old man said, how does it matter? You understood what I said? This is a story. Do you get some clue from this story for the topic which you want to speak? Yes? So when you have to present something, I am sure you will never forget this story in your life which I told you now, right? This is how you should become an impactful speaker. Got it? When you speak to students audience, younger audience, you must have stories like this which converts the message into an impactable story. Go ahead. God bless you. Good morning, I am Akshay from APS. Good morning. I am Akshay from Army Public School, Kannur. I am in Army Public School. I am from class 11 and I have mailed sir a message yesterday in which I thanked him for the class and I got really inspired by his class. I have learned how to learn and ask questions and doubts so that we can get to know the topics much more in a vast way and that's all. Thank you, sir. Good morning to all. My name is Sarang Sudhir and I am from Tunjatacharya Vidyalaya. I am studying in +1. So yesterday night I just messaged sir to help me to solve one of my problem. My problem was that when I just stand in front of a big crowd, I just become scared. So I just asked him to help me and Scared of who? I don't know, but I became scared or I became just. Only that much. Do you think he is scared? Yesterday night I saw his reply that I am going to that tomorrow, see you tomorrow and let's do what you love to do. So I know that I was going to get a work, I mean Panigi. So I prepared myself. Good. Now tell me, how do you relate with the story what I said and what topic which he gave? If I tell the truth, I did not understand both. That is because if you are scared and stand on the stage, nothing will go to your brain. You understood? Nothing will go to your head when you are scared. So don't get scared. Then everything will come to you. Arjuna knows how to fight the war, but in front of the Kauravas, when Krishna took the chariot to the center of the Mahabharata war arrangement was done, 60 kilometer wide is the war field. 60 kilometer wide is the war field. Where is that? Kurukshetra. Where is that place? From Delhi, Kurukshetra is very close by. That is the place. Even now the place is seen.
And that is the place where Arjuna was kept. And Arjuna became totally shivering. Lips are dried up. Gandhimam is falling from his hand. Full set on the hand. And the brave, brilliant Arjuna became shivering. And he says, Krishna, I cannot stand here, I am shivering. And Krishna started giving 18 chapters of Bhagavad Gita lecture to Arjuna. When he is in full tension, Krishna is teaching 18 chapters, 4 hours of lecture. Will Arjuna understand anything? At the end of the chapter, 18th chapter, Arjuna says to Krishna, I did not understand anything. But now you tell me what should I do, I will do. Because I did not understand anything, now you tell me what should I do. Is it kannu adachangadu kachikolam parnu. Adinadeyil iyalu parayum, I don't mind killing my Kauravas and all that, but they are all my relatives. How do I fight my relatives? Then Krishna asked one question perfectly. You know what? Did they become your relatives today morning? Did you know that yesterday evening they were relatives? Why did you come here? You understood what I'm saying? Then he gives another. No, you want to escape from the fighting. So he says, I don't mind killing all these Purushas. But I am thinking what will happen to their wives? They will all become widows. Krishna says, don't worry, I know how to take care of the widows. I will marry all of them. You understood? Whatever explanation Arjuna gives, Krishna will give a counter. You understood? That's a wonderful story. You will not hear Bhagavad Gita like this from somebody else. It only come from me. These are different interpretations. The first psychic patient who has got full tension is Arjuna, and first psychiatrist is Dr. Krishna. Where did he learn this? Because in earlier Janma, he was Rama. Treta Yuga, he was Rama, and Dwapara Yuga, he became Krishna. That time, after +1, you were in +1? Yeah, after +1, Rama was a psychic patient. First psychic patient in the mythology is Rama. You know Rama, no? Sita's husband. Okay? And then Rama started telling, my father is a fool. He doesn't know how to rule the country because you have passed +1. First thing what all the students when they pass 10th class and 12th class, you think that my father doesn't know anything. He is not in line with the younger generation. He doesn't have much knowledge. I know much more than him. When you are in young children, what he will say? The greatest person in the world is my father. Because he knows everybody in the world. Because your world is what he shows is your world. Right? Whenever you go, he will introduce. This is your uncle. Yeah, who introduced him? Your father. Therefore, your father knows everybody. Now you know your father knows nobody. Right? So who is the worst fellow in the world? You will say father. That is 18 years problem. Same problem Rama also had. And that is the time when Rama's father took Rama to the psychiatrist at that time. And that psychiatrist was called Vasishta. Dr. Vasishta, psychotherapist. Okay? And then he gave a book called psychotherapy book that is called Yoga Vasishtam. What is the name? Yoga Vasishtam. He told Rama, don't worry beta. You are a young boy. I am too old. 18 days you have to be with me. 18 years when you will become bad. That can be treated by a psychiatrist in 18 days. That is why Mahabharata war is 18 days. Rama learned how to live, how to become courageous, how to see the world in good way in 18 days from Vasishta. And one of the interesting sloka in that is Purne manasi sampurnam jagat sarvam sudhadravaihi upana gudapadasya nanu charmastrutaiva bhuhu. Nanu charmastrutaiva bhuhu. Assume I say I will come to this place to give lecture only if from the place where I park my car to this place I need leather carpet.
I need leather carpet. Otherwise, I am going to come to this place. You know what Subodhji will say? No, പോടാ. അല്ലേ? ആണോ? അങ്ങനല്ലേ പറയാ? Yes or no? Yeah. വേറെ പണിയുണ്ടോ നോക്കാൻ പറയും അല്ലേ? എങ്ങനെയല്ലേ പറയാ? അപ്പോ രാമൻ ആകെ കാണുന്നിടത്തൊക്കെ ദോഷ കാണുന്നിടത്തൊക്കെ ദോഷാണ് കാണുന്നത്. You want to see the world good? Can you make the whole world good? Can you make some place clean? Yes. But what you will do the dust? You will put into the dustbin. So what are you doing? Making that place untidy and dirty, right? So you cannot clean the whole place. Anything which you do, even if you burn it, what are you doing? Polluting the atmosphere. Anything from one form you can transfer to some other form. Now the whole world making it beautiful is not at all possible. But you can make the whole world beautiful very simple way. First clean your manas. See only good things everywhere. You will become clean. Now I cannot provide you leather carpet from the parking place to this place because it's very expensive. Is it that expensive? No. Buy a leather chappal and ask him to wear it and walk. Wherever you go, you have a leather carpet. Who said this first? Vasishta. You don't have to have. Subodhji will say, why leather carpet from the car parking to this place? From Hyderabad to this place I will give you leather carpet. Buy one leather chappal and walk. You understood? Is it logically good? This is how Bharatiya logic was. Rama, you are not happy because your manas is not good. That is what is teenage management. The problem is not with the world. The problem is with your age. Your age is not correct. But you can't change the age. You can change the age? Yes. No? What's your age now? Now it's 15. 15. Imagine you are 25. Just imagine, yeah, you are 25. Is it difficult to imagine? When you are 25, will you have the fear to stand in front of them? No? So when you stand here, don't think you are 15. What is your age? 25. You know how to become matured in life? Just imagine you are matured. Purne manasi sampurnam. As the manas is the whole thing. Purne, I am going to ask you, chant this, you will have to chant. Purne manasi sampurnam. Chant. Purne manasi sampurnam. Purne manasi sampurnam. Jagat sarvam sudhadravaihi. Jagat sarvam sudhadravaihi. Upana guda padasya. Upana guda padasya. Nanu ചർമാസ് ത്രുതൈവ ഭുവുഹു. ഇങ്ങനെയൊക്കെ എഴുതിയാൽ ശരിക്കും മലയാളം എഴുതാൻ പഠിക്കും. നനു ചർമാസ് ത്രുതൈവ. നനു ചർമാസ് ത്രുതൈവ ഭുവുഹു. പൂർണ്ണേ മനസ്സി സമ്പൂർണം ജഗത് സർവം സുധാദ്രവൈഹി ഉപാന ഗൂഢപാദസ്യ നനു ചർമാസ് ത്രുതൈവ ഭുവുഹു. ലോകത്തിന്റെ എല്ലായിടത്തും കാർപ്പറ്റ് വിരിക്കുന്നതിന് പകരം കാലിൽ ചെരുപ്പിട്ടാ മതി. അതുപോലെയാണ് ലോകത്തെല്ലാ സ്ഥലവും സന്തോഷമുണ്ടാവുന്നതിന് പകരം മനസ്സിൽ സന്തോഷമുണ്ടായാൽ മതി. കണ്ണൂർ റോഡൊക്കെ എന്ത് നല്ല റോഡാണ്. എന്താ കാരണം? നിറച്ചും കുണ്ടും കുഴിയുമാണ്. നല്ല കുണ്ടും കുഴിയുമുള്ളിടത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോ എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ജമ്പ് ചെയ്യാൻ പാർക്കിൽ പോയാൽ 150 രൂപ കൊടുക്കണം.
ഇത് 20 കിലോമീറ്റർ ബസ്സിൽ പോകുമ്പോ 150 രൂപയുടെ പാർക്ക് ഫ്രീ, 1 മണിക്കൂർ എൻജോയ്മെന്റ്. അപ്പൊ ഓരോ ജമ്പ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം? നിങ്ങളൊരു സ്കൂൾ ട്രിപ്പിന് പോവാന്ന് വിചാരിക്കാം. ഓരോ ജമ്പ് ചെയ്യുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യും? വിസിലടിക്കും, ഇല്ലേ? ആണോ അല്ലയോ? റോഡ് മോശാന്ന് പറയോ? നല്ല അസൽ റോഡാന്ന് പറയോ? അസൽ റോഡ്. എന്ത് എൻജോയ്മെന്റ് ആണ് യാത്ര ചെയ്യാൻ, കാരണം നിറച്ചും കുഴികളാണ്. അപ്പൊ ഇപ്പൊ കുഴികൾ ഉണ്ടായാലും സന്തോഷിക്കാൻ എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? ഇനി അതേ സമയത്ത് ഇവൻ നല്ല ബാക്ക് പെയിൻ ഉള്ള ഒരാളാന്ന് വിചാരിക്കും. ഓരോ കുഴിയും ചാടുമ്പോ എന്താ പറയാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കുഴി മോശമായത് കൊണ്ടാണോ ഇവൻ എൻജോയ് ചെയ്യാൻ പറ്റാത്തത്, അല്ല ഇവന്റെ ബാക്ക് മോശമായത് കൊണ്ടാണോ? എന്നിട്ട് നമ്മൾ എന്താ പറയാ? എന്റെ നടു ആകെ പൊട്ടി, റോഡ് മഹാമോശമായതുകൊണ്ട്. നടു പൊട്ടിയത് റോഡ് മോശമായതുകൊണ്ടല്ല, നടു മോശമായതുകൊണ്ടാണ്. You understood? പൂർണ്ണേ മനസി സമ്പൂർണം ജഗത് സർവം സുധാത്രവൈഹി ഉപാന ഗൂഢപാദസ്യ നനുചർമ്മ സ്ത്രുതൈവ ഭൂഹു. മാത്തമാറ്റിക്സ് മഹാമോശം. എന്താ കാരണം? മാത്തമാറ്റിക്സ് മഹാമോശമായതുകൊണ്ടല്ല, ഞാൻ നല്ല കുട്ടിയല്ലാത്തത് കൊണ്ടാണ്. എന്റെ ബുദ്ധി കൊള്ളാത്തത് കൊണ്ട് എനിക്ക് മാത്തമാറ്റിക്സ് പഠിക്കാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും നല്ല ബുദ്ധിയുള്ള ആളെന്ന് പറയും, ഏത് വിഷയവും നല്ലതാണ്. റൈറ്റ്? എഴുതാൻ മാത്രല്ല, ഇമെയിൽ അത് പറയാനും പഠിക്കണം. ഏത് വിഷയം കിട്ടിയാലും എവിടെ പോയാലും അസലായിട്ട് പറയാൻ പറ്റണം. അത് ശരിക്കും പഠിക്കണമെങ്കിൽ ഏതെങ്കിലും ബസ് കയറി പോവാ. ആ ബസ്സിൽ കയറി പോയിട്ട് പേന വെക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? അല്ലേ? പേനയെ കുറിച്ച് അയാൾ എന്ത് അസലായിട്ടാ സംസാരിക്കുക. ആണോ അല്ലയോ? ഇതങ്ങനെ തന്നെ ബൈഹാർട്ട് പഠിച്ചിട്ട് അടുത്ത ബസ്സിൽ പോയിട്ട് 4 പേന വെക്കുക. നിങ്ങൾക്ക് പറ്റുമോ? MSc പഠിക്കുന്ന കാലത്ത് എറണാകുളം ടൗണില് ബുക്ക് വെച്ചിട്ടുണ്ട്, ബസ് കയറി. വിശ്വസിക്കുക നിങ്ങൾ? അതാണ് എക്സ്പീരിയൻസ്, അതാണ് ഗട്സ്, അതാണ് കഴിവ്. ഒരു കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ പറഞ്ഞു ബുക്സ് വിൽക്കണം, 600 രൂപയുടെ ബുക്സ് ഓരോ കമ്മിറ്റിക്കാരും വിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഏൽപ്പിക്കാം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തകനായിരുന്നു. ബുക്ക് വെക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഓരോ കമ്മിറ്റിക്കാരും പറഞ്ഞു, യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയി ഈ ബുക്ക് ഒന്നും ആർക്കും വിൽക്കാൻ പറ്റില്ല, കാരണം യു കനോട്ട് സെൽ ടു സ്റ്റുഡൻസ്, റൈറ്റ്? ഞാൻ പറഞ്ഞു നിങ്ങളുടെ കമ്മിറ്റി മീറ്റിംഗ് ഒക്കെ നടക്കട്ടെ, കുറച്ച് ബുക്കിംഗ് തരാൻ. ആ ബുക്കും എടുത്ത് നേരെ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബുക്ക് വിറ്റ് ഉടനെ കാശ് കൊടുത്തു. എന്റെ പണി തീർന്നു. ഇനി എന്റെ കോട്ട ഇതോടുകൂടി തീർന്നു. മനസ്സിലായോ? അത്രയും സിമ്പിൾ ആണ് നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ. You understood? I have one single student who attended one of my class. എന്റെ ക്ലാസ് ഭയങ്കര ഇഷ്ടമായി ആ കുട്ടിക്ക്. അത് കഴിഞ്ഞിട്ട് സർ, ഈ കുറച്ച് കുട്ടികൾ മാത്രം സാറിന്റെ ക്ലാസ് കേട്ടാൽ പോരാ. I am going to arrange a program. March 20th, 2011 in my life is a very fantastic day. One of my student who is a girl who is going to come to my house. ഈ 15th വരാൻ പോകും, അനുഷ. She said, sir, I am going to arrange your program. 20,000 രൂപ കൊടുത്ത് 1200 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഹാള് ബുക്ക് ചെയ്തു. ഓരോ കുട്ടികളെടുത്ത് 100 രൂപ പിരിച്ചിട്ട് ക്ലാസ്സിലേക്ക് ഇരുത്തി. ഇപ്പൊ 2 ദിവസത്തേക്കുള്ള ക്ലാസ് പോലെയല്ല, ഹാഫ് ഡേ ക്ലാസ്. കാരണം 1200 പേരെ ഒരേ ഹാളിൽ ഇരുത്തിയിട്ട് ലഞ്ച് ബ്രേക്ക് കൊടുത്താൽ പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്കും സമയം പോകും, ഇല്ലേ? സോ വാട്ട് വി ഡിഡ്, ഓൺലി ഹാഫ് ഡേ പ്രോഗ്രാം, 9 o'clock to 1 o'clock, 100 rupees. 1,200 children paying 100 rupees will become 1,20,000 rupees, right? 20,000 rupees fees for the hall and 1 lakh is my fees. Half day lecture എനിക്ക് കിട്ടിയ കാശ് എത്രയാ? 1 lakh. Who paid this? One of my student. അടുത്ത കാലത്ത് I went to Amaravati in Maharashtra to give a lecture. One +2 student started crying because she tried for IIT entrance 2 years at Nagpur, which is 7 hours away, spending 2 lakhs for 2 years, and she couldn't become successful. She failed, did not get anywhere. She failed in +2 also. And she lost 1 year, so she rewrote +1, +2 with the commerce subject and passed. And the whole family member says that she is useless, you will not become good. I'm sure that scolding many people will get. And she was totally depressed. Just to get out of that depression, she attended one of my sessions which was called Mission IAS. The program was Mission IAS in Amaravati in Maharashtra. The first day my session was up to 11 o'clock night. At 11 o'clock night, when I left the class, this girl was crying. I asked her what happened. Then she said, sir, I am not happy. I said, tomorrow morning you will come to stage and speak your experience.
prepare and come. So she came and spoke onto the stage. That is how I know her well. And last week I went to one place called Gandhiya in Maharashtra. The program was arranged by that student. Now she is doing BBA in one of the best colleges in Nagpur. And all the programs, whatever is conducted in the school, in the colleges, whatever program conducted in Mission IAS, she was the winner. Any competition, she was the winner. So people can just change, not all of them. If he was not written this, I will not call him here, right? Now do you think he will have fear? Do you think you have fear talking to people now? You will get rid of all the problems, right? Purne manasi sampurnam jagat sarvam sudhadravaihi upana gudapadasya nanucharmastru daivamu. Everyone, good morning to all. My name, I am Gauri Nandana K. Good morning. Good morning. I am Gauri Nandana KS. Yesterday my surname. You know Kalitita KS. Yesterday I sent him a friend request in FB, and today morning I got a reply. So I didn't get a chance to chat with him, but I wanted to say something that till yesterday when I reached here, I just did not think IAS means I was having a dream, but I have not contributed anything to that. Thinking that I should be an IAS, so I should struggle for that. Just like everything, I need an IAS, but my contribution was nothing. But yesterday, I had a I decided that I will, today onwards, I will struggle and I will do something for my future. Sure. Good. Good morning. Yesterday, after the class, when I went to home, I went to Facebook account and I asked him a question, and I am asking that question directly for all of you. Sir, can I ask you a question? Not can you, shall I? Sir, shall I ask you a question? You want to read that? I have written that question. Sir, which was the turning point in your life? Sir, not that. The turning point was after my +2, I didn't get admission in Payyanur College because I only had a second class. And my brother told me, you cannot learn maths in your life because you are not a brilliant student. My brother was a professor in Payyanur College, Professor T.P. Sridhar. He is a well-known figure in education area in this part. He was the first development officer for Kannur University. He was a program planner for decentralization in Kerala. Active Parishad activist. Environmentalist. He is a good speaker. He is like I lost my father, so he is almost equal to my father. But then I said, I want to learn maths. He said, you cannot learn maths. If you say I cannot learn maths, I will prove that I can learn maths. But he made me to join for Malayalam. But I said, I don't join them. And I have decided to change my life. നമ്മൾ പറയാറില്ല വാശി, അതിന് പറയാൻ ഇംഗ്ലീഷ് ഒന്നുമില്ല, വാശി മലയാളികൾക്കേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കുള്ള എന്താണ് വാശി, ആ വാശിയിൽ പഠിച്ചത്. That's my turning point. Right? Good morning. I'm Fatima Sana and I'm studying in Earthline Senior Secondary School. Yesterday night I messaged him that yesterday's his class was very nice and I thanked him for that. And I also told him that my friends who wanted to come here and who couldn't come, they missed so much. And yeah, I told that. And the most wonderful thing is that within 5 minutes the reply came, which I never expected because he's a very busy man. And when he replied, I was very happy and thank you, sir. So what is where is your friend? She told that she will come, but she couldn't come. So Why she couldn't come? because tomorrow we have exam in school. These are not reasons. The reason is, I think that is not the priority. You understood? When somebody says, I wanted to come, I couldn't come, these are all excuses. That means you really don't want to come.
Sir, and when I told her, she told that she regrets that she didn't come. No problem. But today also you will regret. മനസ്സിലാവുണ്ടോ? എന്നെ കേട്ടോരോ ഭാഗ്യവാന്മാർ, കേൾക്കാത്തോർ മഹാഭാഗ്യവാന്മാർ. കേട്ടോരോ ഭാഗ്യവാന്മാർ, കേൾക്കാത്തോർ മഹാഭാഗ്യവാന്മാർ. ഓക്കെ, കുഞ്ഞുണ്ണി മാഷയുടെ കവിതയാണ്. കുള്ളനായി കിർക്കനായി ജനിച്ചോരുണ്ണി ഞാൻ കുഞ്ഞുണ്ണി, എന്നെ കണ്ടോരോ ഭാഗ്യവാന്മാർ, കാണാത്തോർ മഹാഭാഗ്യവാന്മാർ. അത് ഞാൻ മാറ്റിച്ചുള്ളത്. Good morning all. No. Yes. I am Ananda Krishna P. Yes, I am Ananda Krishna P. നമ്മൾ കഴിഞ്ഞ എന്തോ കൊണാപ്പി എന്നൊക്കെ പേര്. Student of GHS Idikor Plus 1 Science. I just yesterday while traveling I have messaged sir that I am a student that participated in the workshop, but it's given me so inspired. I can't believe yesterday itself night sir replied me that as per I will always with you. That give me more positive energy. Sir, I had just seen some of your interviews in YouTube and I had got some doubt from it. Can I ask? Shall I ask it now? Sir, in one of the TV program of Asian with the great Brahmasri KPC Anjan Bhattacharya, you had come to say that Vastu Shastram had great role in part of our life. That sometimes it may be cause of cancer, sleepless, bad dreams, etc. But old people says that bad dreams are seen due to the things that you think before going to sleep. Then what is the main reason behind those? Every one of you will see dreams, but you will not get disturbed by dreams. You will remember those dreams which will disturb you, which will make you happy. That will be out of 1 out of 80 or 100 dreams which all of you are seeing. If you don't have dreams, the sleep is called deep sleep. But you will not have deep sleep. You have shallow sleep. And during shallow sleep, you will get some dreams. So the place disturbs your sleep sometimes. Some places will not disturb your sleep. You will peacefully sleep. Right? But then why do you want to sleep in such places? You can sleep in the best place. Do you know young kids, when they have given a nice bed, make them to sleep, they will scroll somewhere and go and sleep there peacefully. Have you seen? Right? Because the young kids, we were all young kids, we know which is the best place to sleep. And what mothers will do? They will keep 2 pillows both sides so that you will not scroll. And you know what will happen? The kid will start crying instead of scrolling and will become sleepless. I have done a lot of experiments on young children in hospitals soon after birth. Why do they cry? This was one question which I had. Doctors take it for granted, parents take it for granted, generations take it for granted, saying kids will cry. You understood? And then kids will not cry sometime if some people hold them tight. Because my energy is good and the kid will become comfortable in that energy level. It is not feeding is important. The mother's energy goes to the kid and then kid become powerful. It is not just milk. The same milk you give in some tube, kids will cry. The same kid holded by the mother, the kid will not cry. If the mother has tension, kid will cry. So this is called energy transfer. That happens from place to place. You will see in some houses tulsi will not grow. I have done experiments where tulsi will not grow. I will make that to grow. We will change the energy of that area. There are a lot of experiments to be conducted. Right? So the place energy level measurement is called Vastu. Not construction of walls. എവിടെയാ കക്കൂസ് വേണ്ടേ, എവിടെയാ കുളിമുറി വേണ്ടത്, എവിടെയാണ്, ഇതൊന്നും അല്ല വാസ്തു. വാസ്തു മീൻസ് dwellings, the area around your house. Whether it has got good energy level or not. This is what the real Vastu is called, and that in Western system is called geobiology.
Geo means earth, bio means life. The learning of the life energy in the place of which place is good and which place is bad is called the geo energy. And that was an interview in Asianet in 2000. I posted in 2007, but that was in 2003, I think June or so. No, we'll come back to you later. Good morning. I'm Anamika, studying in Army Public School, Kannur. I'm a student of 11. Who is Anamika? Hi. Not you. In traditional India mythology, somewhere some stories. Good presence of mind. God bless you. Yeah. Thank you, sir. Tell me, who is Anamika? I don't know. Which story, which character is Anamika? You know, when you appear for interview for IAS, this could be one question. You know maths, physics, chemistry, biology, everything, but you don't know this Anamika comes from which mythological story. Learn it. I'm not going to tell you. Yesterday, sir told us that when you get up early in the morning, go in front of the mirror and tell ourselves that we are good, we are looking beautiful and all. And morning itself when I got up, I went to my room. I usually sleep with my mother. I went early, yesterday night I didn't sleep, and I early ran to my room, and my mother was thinking, what happened to this girl after class? Is she going to be mad? And I said, wait, I'll come within a minute. I ran to my room and looked at the mirror, and I started to describe myself. Oh, how beautiful I am. Oh, look at my hair. It's so beautiful. Oh, and I started to feel that I am beautiful and I am looking good. അവളുടെ മുടി കണ്ടാൽ കാതിന്റെ കുന്നിയോളം. And I could feel that energy, and I am here with that energy. So yesterday I was standing here and I was shivering, and I didn't know what to do. That was the habit from my childhood. Now I am all right. I am not shivering now. I am not scared of anybody, and I can speak well now. Good. That's great. So change. Yes. Thank you. Good morning. When I go home, I asked my sister to be the friend of Sashima sir. When I went home. Present, past, future tense have to be learned. Most of you have that mistake. Earlier also when somebody said there was mistake. Present, past, future. Simple present, present continuous, present perfect continuous. 4 tenses. Similarly, past, simple past, past continuous, past perfect continuous. Simple future, future continuous, future perfect continuous. Make a nice table. Simple, continuous, perfect, present perfect. Right here, present, past, future. Make sentences. I take. Simple present. I am taking. Present continuous. I took. Just finished. That is a simple perfect. You understood? So you must be able to tell like this all the 12 tenses. I take, I am taking, I have taken, I have been taking, I took, I was taking, I had taken, I had been taking, I shall take, I shall be taking, I shall have taken, I shall have been taking. Give any verb, you must be able to do this for all the verbs so that you will not make mistakes. It is not I go home, I went home, because it was yesterday. Yeah. Sir, I want to ask you some questions. But then you did not finish your sister's story. Where is your sister? Where? Sit here, you are a student. She said she wanted to attend my class. You should attend as a student. Yeah. Sir, I want to ask you some questions. You cannot ask, your sister only can ask. Okay, ask. Shall I? Yeah. Sir, as you... I'm sure you could have asked, can I, right? Now you change it to, shall I? Sir, as you have any person who created inspiration in you? Yeah, a big Shashi Kumar. A dream Shashi Kumar is my
real Shashi Kumar's inspiration. Earlier, it used to be good speakers. I remember walking from Naduvil to Payyannur to listen to Bajpayee once. 40 kilometers to listen to somebody's lecture. I remember skipping my examination to listen to some speeches in Bangalore. V.R. Krishna Iyer, who came and experience of his life in Russia, was a talk at Bangalore. I had an MPhil examination, half-yearly examination, the middle examination, semester examination. It's not the semester exam, but before that some class test, internal assessment. I did not attend that. I attended V.R. Krishna Iyer's lecture because this I will get again. But V.R. Krishna Iyer getting Bangalore is not that easy. You understood? So that's the spirit people should have. The learning spirit. So V.R. Krishna Iyer was a great man for me that time. Bajpayee was a great man for me. Vivekananda was a great man for me. Einstein was a great man for me. Aristotle was a great man for me. So when we read about somebody, we become that. Okay? So when I read Bhagavad Gita, Arjuna will ask a question to Krishna, but Arjuna is not asking. Shashi Kumar is asking to Krishna. Right? When Krishna answers, I will go there and Shashi Kumar will answer to Arjuna. It is not Krishna who is answering. You understood? How it will be? Therefore, while reading, you have to become part of that. Yesterday, somebody presented a wonderful introduction program was The Road Not Taken. The Road Not Taken. Right? I did not get a chance to speak on that road not taken, but we spoke long time during the travel. The road not taken. One repeat here. Paper one. Okay. Whose poetry was that? Robert Frost. Robert Frost. Sorry, I said Coleridge yesterday. Sorry. It was Robert Frost. Road not taken. അതേ സാധനം മലയാളത്തിൽ ഒരു കവിത എഴുതിയത്. ഇരുവഴിയിൽ പെരുവഴി നല്ലു. ഇരുവഴിയിൽ പെരുവഴി നല്ലു എന്നാണ് നമ്മുടെ ധാരണ. പക്ഷെ പെരുവഴി അല്ല നല്ലത്. ആരും പോകാത്ത വഴികളിലൂടെ പോകുമ്പോഴാണ് നമ്മൾ ആരാവുന്നത്? ഡിസ്കവറേഴ്സ് ആവുന്നത് എന്ന് മലയാളത്തിൽ ഒരു കവിയും കൂടി. സോ ഇറ്റ്സ് വണ്ടർഫുൾ സ്പീച്ച് പ്രസന്റഡ് ടു വെരി വെരി റൈറ്റ്. ഗിവ് ഹിം എ ബിഗ് ക്ലാപ്പ് ഫോർ ദാറ്റ്. Actually, after reciting that poem, I wanted to add a few more points, but just before starting the speech, Subodh sir told me that it should be short, so I cut short the words. The thing was, you know what is kiss? What is kiss? Keep it short and simple. The thing was, I met a man who took the path less traveled by. That was Dr. TPS. So that is why we all are trying to change the path the normal people are traveling, isn't it? Yes or no? So we should change our path as what he is doing and what he is inspiring us, isn't it? Thank you, sir. Thank you very much. സോ ഇരുവഴിയിൽ പെരുവഴി നല്ലു. പക്ഷെ ഫേമസ് ആവണമെങ്കിൽ പെരുവഴിയിൽ പോയിട്ട് കാര്യമില്ല. എവിടെ പോണം? ആരും പോകാത്ത വഴികളിലൂടെ പോകുമ്പോ കാടുകൾ ഉണ്ടാവും, തേളുകൾ ഉണ്ടാവും, കുഴികൾ ഉണ്ടാവും, ട്രാപ്പുകൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് മുമ്പ് പോകുമ്പോഴാണ് നമ്മൾ ആരാവുന്നത്? നമ്മളെ ആരും കൺഗ്രാജുലേറ്റ് ചെയ്യണമെന്നില്ല. അപ്പോഴൊക്കെ കൈപൊക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? കൈപൊക്കിയിട്ട് വെൽ ഡൺ നമ്മൾ നമ്മളോട് പറയണം. ഓക്കെ? ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. Good morning to all. നടക്കുമ്പോ നിങ്ങൾക്ക് പലർക്കുള്ളൊരു ശീലാണ്. ഇങ്ങനെയാണ് നടക്കുക. നടക്കുമ്പോ കാല് എടുത്തെടുത്ത് വെക്കണം. ക്ലാസ്സിൽ കയറുന്ന സമയത്ത് ഇനിയെങ്കിലും നിങ്ങളിൽ എല്ലാവരിലും മാറ്റുണ്ടാവും. ക്ലാസ്സിലേക്ക് കയറി വരുമ്പോ ഷൂവിന്റെ സൗണ്ട്, ചെരുപ്പിന്റെ സൗണ്ട് കേൾക്കരുത്. Your hand, legs have to become like this, right? അങ്ങനെ നടന്ന് പഠിക്കണം. ഏതെങ്കിലും മിലിറ്ററിക്കാർ ഇങ്ങനെ നടക്കുക കണ്ടിട്ടുണ്ടോ? I'll show you small clippings where Wagah border military ഇന്ന് കാണിക്കുകയാണെങ്കിൽ we'll show the presentation. Wagah border, do you have it? The copied one Wagah border may be there. We will just play it. You must see. ഞാൻ ഓഗസ്റ്റ് 15th 8th ക്ലാസ്സിലെ ചിൽഡ്രൻ who were my children, 90 of them were with me. നിങ്ങളൊക്കെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഒക്കെ നടത്തിയിട്ട് ഏതെങ്കിലും ആൾക്കാരുടെ കുറെ സ്പീച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ കേട്ടപ്പോഴും നിങ്ങൾക്ക് ഭാരതീയം എന്നുള്ള തോന്നല്, ഇന്ത്യ എന്നുള്ള തോന്നല് മനസ്സിൽ അറിഞ്ഞു പഠിച്ചിട്ടുണ്ടാവും. ഇവൻ എങ്ങനെയാ നിർത്തുന്നത്, എപ്പോഴാ ലൊഡു കിട്ടണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും അല്ലേ? അതേ സമയത്ത്
എന്റെ 90 കുട്ടികൾക്ക് ഞാൻ ആകെ ചെയ്തത് എന്താ അറിയാം? വാഗാ ബോർഡറിൽ നമ്മുടെ പോലീസുകാർ നടത്തുന്ന ഒരു മാർച്ച് ഉണ്ട്. ഇന്ത്യൻ ഫ്ലാഗ് വിൽ കം ഡൗൺ and just opposite the other side Pakistan flag will come down, and that's a ceremonial activity which I am not going to describe to you. You are going to watch that small clipping. ഇങ്ങനെയുള്ള clippings ആണ് നിങ്ങളുടെ ക്ലാസ്. That is what you will get in the next. Until my next visit, you will have lot of such clippings. അതെന്ത് കാണിക്കണം എന്നുള്ളത് ഞാൻ കോപ്പി ചെയ്ത് 16 GB ഡാറ്റ കൊടുത്തിട്ടുണ്ട്. One sample you will see it now, because August 15th is coming, right? And you should have the spirit of India. That's my country, right? ആ സ്പിരിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുമോ നോക്കാം. ഞാൻ അത് കഴിഞ്ഞിട്ട് എന്റെ 8ാം ക്ലാസ്സിലെ കുട്ടികൾ ആ സ്പിരിറ്റ് എങ്ങനെയാ കാണിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം. That clippings I will not have, but I have in my laptop. I will show you. Their feelings when they saw what happened to them, I will show you. പാലക്കാടിലെ കുട്ടികൾ 90 കുട്ടികൾ വിശന്ന വയറോടുകൂടി. ഞാൻ പ്രോഗ്രാം തുടങ്ങിയ കാലത്താണ്. We never started giving breakfast to them, but you must see their energy. Let me see how do you react. അതുകൊണ്ട് എങ്ങനെ നടക്കരുത്? അവിടെ വരെ നടന്നിട്ട് തിരിച്ചു വാ. നേരത്തെ ഇവിടുന്ന് അവിടത്തേക്ക് നടക്കുമ്പോ Good morning. I am Netra of KV Kannur. 6th A. ഹോസ്പിറ്റലിന്റെ പേരാണ്. No. I am telling about Abraham Lincoln. നിങ്ങൾക്ക് അറിയുന്ന ഇംഗ്ലീഷ് നമ്മൾ തിരുത്തി പഠിക്കണം. ടെൽ, സ്പീക്ക് ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള വാക്കുകളാണ്. എവിടെ ടെല്ല് പറയണം, എവിടെ സ്പീക്ക് വേണം എന്നുള്ളത് തിരിച്ചറിവ് വേണം. ഇംഗ്ലീഷിൽ ഒരേ അർത്ഥത്തിൽ 2 വാക്കുകളില്ല. I am going to speak about success. Let me share a life history with you all. There was a man who failed in business at the age of 21, was defeated in a legislative race at the age of 22, failed again in business at age 24, had his sweetheart die when he was age 26, had a nervous breakdown at age 27, lost a congressional race at age of 34, lost a senatorial race at age 45, failed in an effort to become vice president is age 47, lost a senatorial race at age 49, and was elected president of United Nations at age 52. This man was Abraham Lincoln. He could have hung his head in shame and gone back to his law practice. But to Lincoln, defeat was detour, not a dead end. Thank you. ഇയാൾ എന്താ പറഞ്ഞു? She spoke about Abraham Lincoln, his life, incidents, various incidents, because he has competitions in parliament. So in different years he failed, and finally he got into the ring. Thank you. Now what I want is, we will have go. Give her a big clap. What we practice every day is what we can do simply without difficulty. Any difficult things can be done if you practice it. Try to open it from a different media player no pagaram PLC player or otherwise I will open it. What you practice is what you can do simply, right? അതിപ്പോ പ്രൂവ് ചെയ്യാൻ I will give you some exercise. Fun? നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഴിക്കാനുള്ള ഒരു സാധനം ഉണ്ടെന്ന് വിചാരിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ വായിൽ വെള്ളം വരാൻ തുടങ്ങി. ഓക്കെ, വാട്ട് ഡു യു ലൈക്ക് ടു ഈറ്റ്? എന്തോ ആവട്ടെ. ഓക്കെ, ശവാണെങ്കിൽ ശവം അല്ലേ? ചിക്കൻ, മട്ടൺ, പട്ടി, പൂച്ച, തേള്, പാമ്പ്,
മീൻ അല്ലേ? ഇന്നലെ എന്താ ഒരു സ്പീച്ചിൽ പറഞ്ഞത്? ഇന്ത്യ ഈസ് വെരി ബാഡ് ബിക്കോസ് റിവറിൽ എന്തിടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരു റിവറിലും ഒരു ഡെഡ് ബോഡിയും അധിക സമയം നിൽക്കില്ല. കാരണം എന്താ കഴിക്കാതെ? ഫിഷ് കഴിക്കും. ആ ഫിഷിനെ കഴിക്കുന്ന മനുഷ്യന്മാർ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് സിംഗപ്പൂർ. എന്നിട്ട് അവരാണ് കുറ്റം പറയുന്നത്. യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ ആം സേയിങ്? ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഓടുമ്പോ വീഴും. ഓടുമ്പോ വീഴാത്ത ആരെങ്കിലും? വീണാൽ വീഴട്ടെ, വീഴാത്തവനുലകിലവൻ വീണു മണ്ണിൽ കിടക്കും നാണക്കേടാണ് ഒഴിക്കേണ്ടത്, പൊടിപുരളും മുമ്പെഴുന്നേൽക്കുന്നല്ലോ. വീണാൽ വീഴട്ടെ, വീഴാത്തവനുലകിലവൻ വീണു മണ്ണിൽ കിടക്കും നാണക്കേടാണ് ഒഴിക്കേണ്ടത്, പൊടിപുരളും മുമ്പെഴുന്നേൽക്കുന്നല്ലോ. അതിനു മുമ്പ് ചാടി എഴുന്നേക്കണം. അങ്ങനെയൊക്കെ എഴുന്നേറ്റിട്ട് ആരോടും പറയാണ്ട് കുറച്ച് മണ്ണ് വാരിപ്പോത്തു വീട്ടിൽ കാണാണ്ടിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗതാണ്. അല്ലെങ്കിൽ അമ്മയുടെ വഴക്ക് കിട്ടും. അത് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ശരിക്കും പഴുത്ത്, അറിയാലോ എങ്ങനെയാന്ന്. അപ്പൊ ഈ മുട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പാടുകളുണ്ട്. അതാണ് ചെറുപ്പത്തിലുള്ള കാലം. അത് കഴിഞ്ഞിട്ട് നേരെ കുളിക്കാൻ പോകും. എവിടെയാണെന്നറിയോ? കുളത്തിൽ പോവാറില്ല. കാരണം കുളത്തിന് ഭയങ്കര ആഴാണ്, എനിക്ക് നീന്തറിയില്ല. അതുകൊണ്ട് ചെറിയ തോട്ടിൽ പോയിട്ട് അവിടെ കാല് വെച്ചിരിക്കും. എന്തിനാ അറിയോ? മീൻ ഇത് കഴിക്കും. എന്താ കഴിക്കണത്? എന്നിട്ട് അത് പിടിച്ചിട്ട് നിങ്ങളൊക്കെ അത് തിന്നും. ഒരു ജന്മം ആലോചിച്ച് നോക്കിയട്ടെ. ആണോ അല്ലയോ? അതുകൊണ്ട് നാളെ മീൻ കഴിക്കുമ്പോ അതിനകത്ത് മഞ്ഞ കളറിൽ ഇറച്ചി കാണുമ്പോ ഏത് മഹാന്റെ പുഴുത്ത പുണ്ണിന്റെ ഭാഗമാണ് ഞാൻ തിന്നുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് തിന്നണം. ഒരു ഭയവും വേണ്ട. വറുത്ത മീനില്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു ഞാൻ. ഹോങ്കോങ്ങിൽ പോയ സമയത്ത് നല്ല ശവം എന്ന് പറഞ്ഞാൽ പട്ടി, പൂച്ച, തേള്, പാമ്പ് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള അസല് ശവം കഴിച്ചിട്ടുള്ള ഒരാളാണ്. നിങ്ങളൊന്നും അങ്ങനെ അതൊക്കെ കൊണ്ടുപോയി ഫാക്ടറിയിൽ ഇട്ടിട്ട് നല്ല ഹലുവയായിട്ട് തിരിച്ചു വരും. അതിനെയാണ് മിക്സ്ഡ് മീറ്റ് സാൻഡ്വിച്ച് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി തരും. അതെന്താണെന്ന് കാണാൻ വേണ്ടി ഫാക്ടറിയിൽ പോയപ്പോഴാണ് മനസ്സിലായത്, പടച്ചോനെ ഇതാണോ ഞാൻ തിന്നത് ഇന്നലെ മുതൽ. അങ്ങനെ ശവം ഇട്ട് ദഹിപ്പിക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? വയറെന്ന് പറയാ. അതിന് വേറൊരു പേരുണ്ട്, ശവപ്പറമ്പ്. അപ്പൊ ശവം കഴിക്കുന്നവരുടെ ഒക്കെ വയറെന്താണെന്ന് ആലോചിക്കണം. ശവപ്പറമ്പ്. ദഹിപ്പിക്കുക എന്നാണ് നമ്മൾ പറയാം അല്ലെ? ശവം ദഹിപ്പിക്കുന്ന സ്ഥലത്തിനെയാണ് ക്രിമറ്റോറിയം എന്ന് പറയാം. സോ മൊബൈൽ ക്രിമറ്റോറിയംസ്. You can decide what dead body you want to eat inside today. Fine? അപ്പൊ ആലോചിച്ചു. So eat. തിന്നാനുള്ള സാധനം. Right? When I say 0, pick it up. 10 എന്ന് പറയുമ്പോഴേ വായിലെത്താവും. ധൃതി പിടിച്ച് I will start counting from 0, 1, 2, 3, 4, 5. ഇവിടെ എത്തണം. ഇവിടുന്ന് തുടങ്ങിയത്. അപ്പൊ 5 എന്ന് പറയുമ്പോൾ ഏകദേശം സെന്റർ ആവും അല്ലേ? 6, 7, 8, 9, 10. ഇവിടെ 1 എന്ന് പറയുമ്പോൾ തിന്നുന്ന സ്വഭാവം പാടില്ല. സ്ലോലി. ഇനി ചില ആൾക്കാരുണ്ട് മഹാമടിയന്മാരാണ്. ഇയാൾ എണ്ണട്ടെ, അവസാനം ഒരു 8 എന്നൊക്കെ പറയുമ്പോഴും അനങ്ങില്ല കൈ. 9 എന്ന് പറയുമ്പോൾ അനങ്ങില്ല. 10 എന്ന് പറയുമ്പോൾ കാരണം ഇങ്ങനെ ശീലിച്ചിട്ടേ ഉള്ളൂ. അത് പാടില്ല. This is an experiment. Okay? So let us see how good you will do it. 0, pick it up, close your eyes. 1, 3, 5, 7, 9, 10. കറക്റ്റ് ആയിട്ട് വായപ്പോയോ? പുറത്തൊന്നും പോയില്ലല്ലോ. അപ്പോഴും പുറത്തു പോയില്ലല്ലോ. ഇനി വായയുടെ തൊട്ടു മുകളിലാണ് മൂക്ക്. ഇങ്ങനെ തൊട്ടാ നാണക്കേടാണ്. ഇങ്ങനെ തൊട്ടാ മൂക്കിന്റെ അറ്റം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, മറന്നിട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, ഈ മൂക്കിന്റെ അറ്റത്തൊന്ന് ഇങ്ങനെ തൊട്ട് നോക്കിയാട്ടെ. ഈ പോയിന്റിംഗ് ഫിംഗർ കൊണ്ട് മൂക്കിന്റെ അറ്റം ഒന്ന് തൊട്ട് നോക്കാം. മൂക്കിന്റെ അറ്റം അവിടെ ഉണ്ടല്ലോ ഇല്ലേ? ഇനി ഈ ഫിംഗർ നീയുടെ മുകളിൽ വെക്കാം, മുട്ടിന്റെ മുകളിൽ വെക്കാം, കാലിന്റെ. 0, 10 പറയുമ്പോഴത്തേക്കും ഇവിടെ ടച്ച് ചെയ്യണം. ക്ലോസ് യുവർ ഐസ്. ഒരു കാര്യം, കണ്ണു തുറന്ന് തന്നെ നോക്കൂ. കൈ ഇവിടെയാണുള്ളത്, ഫിംഗർ. 0, 1, 3, 5. ഒരു മൂവ്മെന്റ് പാടും. നെക്സ്റ്റ് കൗണ്ട് ചെയ്യുമ്പോഴേ അടുത്ത മൂവ്മെന്റ് പാടും. 7, 9, 10. ഇവിടെ എത്തിക്കഴിഞ്ഞാല് 10 എന്ന് പറയുമ്പോൾ ഇവിടെ എത്തിയെന്ന് നിങ്ങൾക്കറിയാം. ഉടനെ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത്
അതെവിടെയാണോ അവിടെ വെച്ചോളൂ. നിങ്ങൾ മഹാബുദ്ധിമാന്മാരാണെന്ന് എനിക്കറിയാം. ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഒട്ടനെ നിങ്ങൾ ചെയ്യണത് ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യും. അതും പാടില്ല. ഓക്കെ, അതിബുദ്ധി പാടില്ല. കാരണം നിങ്ങളുടെ ബുദ്ധി ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. ഫൈൻ, 0. ക്ലോസ് യുവർ ഐസ്. 1, 3, 5, 7, 9, 10. എവിടെയാണോ അവിടെ വെക്കാം. ഫൈൻ, വണ്ടർഫുൾ. സിൻസിയർ സ്റ്റുഡൻസ്. കണ്ണൂരിൽ നല്ല സിൻസിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇനി ശരിക്കും കണ്ണു തുറന്നു, ശരിക്കും മൂക്കിന്റെ ഇവിടെ തൊടാൻ പറ്റിയിട്ടുള്ളവരൊന്ന് കൈവക്കാം. ഓക്കെ, അടുത്തിരിക്കുന്ന ആളൊക്കെ അവരൊന്ന് ശ്രദ്ധിച്ചോളണം. ഒരിക്കലും അവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കരുത്. കാരണം ഇടയ്ക്ക് മൂക്ക് തൊടുന്ന സ്വഭാവം ഉള്ളത് കൊണ്ടാണ് അവര് കറക്റ്റായിട്ട് മൂക്ക് തൊടാൻ പറ്റിയത്. ഓക്കെ, അതല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തൊടാൻ പറ്റില്ല. കാരണം വാട്ട് ഡു യു പ്രാക്ടീസ് ഈസ് വാട്ട് യു ക്യാൻ ഡു. ഓക്കെ, അതുകൊണ്ട് ഇനി കള്ളത്തരം പറയരുത്. ഈ രണ്ടും തമാശയായിരുന്നു. പക്ഷെ ശരിക്കുള്ള ടെസ്റ്റ്, മെമ്മറി ടെസ്റ്റ്, ബ്രെയിൻ ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോന്ന് ഇപ്പൊ ഞാൻ ടെസ്റ്റ് ചെയ്തത്. ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 45 ഡിഗ്രി ഒന്ന് തിരിയും, ഏതെങ്കിലും ഭാഗത്തേക്ക്. ഒരു ഭാഗത്തേക്ക് എല്ലാരും ഇങ്ങോട്ട്, ക്യാമറയുടെ ഭാഗത്തേക്ക് 45 ഡിഗ്രി. ഫൈൻ. നൗ യു ക്യാൻ സീ ഹിയർ. 45 ഡിഗ്രി തിരിയാൻ പറഞ്ഞത്, അല്ലെങ്കിൽ കൈ തട്ടും, അതുകൊണ്ടാണ്. ഓക്കെ, ഈ പൊസിഷനിൽ നിന്നും just take your hand on the top and see whether you can touch finger to finger. Yes, right? Now stretch it back. Close your eyes, look down. I am going to count from 0 to 10. 10 ആവുമ്പോഴത്തേക്കും ടച്ച് ചെയ്യണം. 0, 3, 5, don't adjust, 7, 9, 10. Stop. ഇനി നേരെ ഒന്ന് 45 ഡിഗ്രിക്ക് തിരിഞ്ഞ് ഇങ്ങോട്ട് കൈ അതേപോലെ വെച്ചിട്ട്. Now you see, put your hands down. എത്ര പേർക്ക് കറക്റ്റ് ആയിട്ട് തൊടാൻ പറ്റും? Good. Come to stage. Come to stage. Come on to stage. Come on to stage. 4 സാമ്പിൾ അത്ര മതി. ആ സ്റ്റേജിൽ അങ്ങാണ്ട് തെറ്റിച്ചാൽ, അഡ്ജസ്റ്റ്മെന്റ് അങ്ങാണ്ട് ചെയ്താൽ തല കുത്തി തൂക്കിക്കെട്ടുക. Try. Stay apart. Equal distance. Very fast in a single line. 0. Look down. Close your eyes. 3, 5, 7, 9, 10. Finger to finger eyesight. ഇത് ഫിംഗർ ടു ഫിംഗർ ആണ്. ഇങ്ങനെയാണ്. എന്ത് പറ്റിപ്പോ? ഇത് ബുദ്ധിയാണ്. ഇങ്ങനെ കാണിച്ച അതിബുദ്ധിയാണ്. ട്രൈ. 0. ഫിംഗർ ലൈക്ക് ദിസ്. ഫിംഗർ ലൈക്ക് ദിസ്. 3, 5, 7. ഒരു നമ്പർ ഒരു പ്രാവശ്യം അപ്പോഴേ മൂവ് ചെയ്യും. 9, 10. ഇതാണ് അഡ്ജസ്റ്റ്മെന്റ്. ഇത് വക്രബുദ്ധി എന്നാണ് പറയാ. ഇയാൾക്ക് വക്രബുദ്ധിയാണ്, ഇവൻ അതിബുദ്ധിയാണ്. അത്ര എളുപ്പമുള്ള സംഭവമല്ല. ബട്ട് ദേ ഹാവ് ഡൺ വെൽ. ഗിവ് ദം എ ബിഗ് ക്ലാപ്പ്. ഫാസ്റ്റ്. റൺ ബാക്ക് ഫാസ്റ്റ്. അർത്ഥം, നിങ്ങളുടെ ഇടത്തെ വിരലിന് അറിയില്ല നിങ്ങളുടെ വലത്തെ വിരൽ എവിടെയാണ്. Understood? That means your own body part, where is it you don't know. ഇത്രേ നിങ്ങൾക്ക് ബുദ്ധിയുള്ളൂ. ഒരു വിഷമവും വേണ്ട. 5 ദിവസം 10 ദിവസം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ജന്മം ഫുൾ പ്രാക്ടീസ് ചെയ്താൽ 40 വയസ്സ് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. വീട്ടിൽ പോയിട്ട് അച്ഛനും അമ്മയോടും ചെയ്യാൻ പറ്റും. നടക്കില്ല. കുറച്ചും കൂടി വയസ്സായി കഴിഞ്ഞാൽ സ്പൂൺ എടുത്തിട്ട് വായിൽ കഴിക്കുന്ന സമയത്ത് വായിൽ പോവില്ല, പുറത്തു പോകും. കണ്ടിട്ടുണ്ടോ മുത്തശ്ശിമാരുടെ ഒക്കെ? വയസ്സായിട്ടുള്ള അമ്മമാരൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ വായിലല്ല പോവാ, പുറത്തു പോകും. നമ്മൾ അവരെ വഴക്ക് പറയും. നമ്മളും അതുപോലെയാവും. കാരണം യുവർ ഹാൻഡ് കോർഡിനേഷൻ ടു ദ മൗത്ത് ഈസ് ലോസ്റ്റ്. ഇതിനെയാണ് ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ബുദ്ധി? നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അത് ചെയ്യാൻ പറ്റുന്നതിനെയാണ് എന്ത് പറയാ?
ബുദ്ധി എന്ന് പറയാം. അപ്പൊ നല്ല കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ അതുപോലെ ചെയ്യാൻ പറ്റും, ചീത്ത കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ അതുപോലെ ചീത്തയായിട്ടും ചെയ്യാൻ പറ്റും. സോ യു ആർ ഗോയിങ് ടു വാച്ച് ഷാം ദി പരേഡ്. വാഗാ ബോർഡർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബോർഡറാണ്. നിങ്ങള് അമൃത്സർ അറിയാലോ, എവിടെയാ? പഞ്ചാബ്. അമൃത്സറിന് തൊട്ട് ഓപ്പോസിറ്റ്, ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ട് റോഡിന് ക്രോസ് ചെയ്താൽ നിങ്ങൾ എത്തുന്ന സ്ഥലമാണ് അല്ല, വാഗാ ബോർഡർ പിന്നെ എവിടുന്ന് പോകണം. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റില് കുറെ പേരെ ഒരു സ്ഥലത്ത് അടച്ച്, അവിടെ ഒരു കിണറുണ്ട്, കിണറിലെല്ലാ ശവവും കൊണ്ടിട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ആ സ്ഥലമൊക്കെ ഞാൻ ചുറ്റിയടിച്ച് നടന്ന് കണ്ട് താമസിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ ആർമി, എയർഫോഴ്സ്, നേവി, പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റില് ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്ന കാലത്ത് I had an opportunity to visit the Wagah border. I had an opportunity to cross and fly and then spy Pakistan, Afghanistan and all that. അതായിരുന്നു എന്റെ പണി. സ്പൈയിങ് ആണ് നമ്മുടെ പണി. എന്തവർ ചെയ്യുന്നു എന്ന് നോക്കി കണ്ടിട്ട് നമ്മുടെ മിലിറ്ററിക്കാരോട് പറഞ്ഞു കൊടുക്കണം. That was my job. അപ്പൊ ആ സമയത്ത് പോയിട്ടുള്ളൊരു സ്ഥലമാണ് ഷാം കി പരേഡ്. വൈകുന്നേരത്തെ പരേഡാണ്. While flag hosting also there is a program, but this is evening when the flag is put down, right? That's what you're going to say. Those who are interested to watch, come and sit here. The ground. Come and then. So you have seen the energy of our soldiers, right? നടക്കുമ്പോ കാല് ഇവിടെ വരെ പൊങ്ങണം, ഇങ്ങനെയാണ് നടക്കുക. To go up like this and jump, right? ആ പവർ നമുക്കുണ്ടാവും. അപ്പൊ എന്താ അവർ പറയാ, അറിയാണ്ട് പറഞ്ഞു പോകുന്ന എന്താണ്? ലൗഡർ, ഇങ്ങനെ പറയണം. ലൗഡർ, നോട്ട് ഇനഫ്. ഇത് ശരിക്കും മനസ്സിന് അറിഞ്ഞിട്ടാണോ വിളിക്കണത്? അല്ല വെറുതെ വായ മാത്രമാണ് അറിയുന്നത്? ഒന്ന് ശരിക്കും മനസ്സറിഞ്ഞൊന്ന് വിളിച്ച്. ഈ ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനാണ് ഈ സ്വാതന്ത്ര്യ ദിനമൊക്കെ നമ്മൾ ആഘോഷിക്കുന്നത്. അത് കുറെ സ്പീച്ച് കേട്ടാൽ ഉണ്ടാവുന്നതിനേക്കാളും നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടായോ? Understood? This is how we send messages to our children. So that is why such movies have to be seen. നിങ്ങൾ പണ്ട് കണ്ടിട്ടുള്ള പല സീനറികളും ഡോക്യുമെന്ററീസ് ഒക്കെ മറന്നിട്ടുണ്ടാവും. But this I am sure you will not forget, right? ഇതന്നെയാണ് എന്ത് പറയാ, ഹാർട്ട് ഫെൽറ്റ് പ്രോഗ്രാംസ് എന്ന് പറയാം. This is Wagah border. Fine? അങ്ങനെ കുറെ ബോർഡേഴ്സിൽ ഇത്തരം പ്രോഗ്രാംസുകൾ നടക്കുന്നുണ്ട്. Now, what do you want to do?